ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക്. അപ്പോൾ ഇന്നൊരു ഈദ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നേ. അപ്പോൾ ഈദിൻ്റെ തലേന്ന് ഞാൻ സാറക്ക് മെഹന്തി ഇട്ട് കൊടുത്തിന്. അപ്പോൾ അവൾ മെഹന്തി ഇട്ടുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാക്ക് പള്ളിയിൽ പോകാനുള്ള സമയമായി. അപ്പോൾ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതാണ്. നല്ല നെയ്പ്പത്തലും ബീഫ് റോസ്റ്റും വന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ സൗവും ബാപ്പയും പാപ്പയും എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ കസ്റ്റർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റർഡ് ഓൾറെഡി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടായിരുന്നു കേട്ടോ. അപ്പം ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് ആണ് കേട്ടോ. അപ്പം അതും അരിഞ്ഞിട്ടു, പിന്നെ അനാർ അരിഞ്ഞിട്ടു, പിന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞിട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പം ഞാൻ ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കിനി ഫ്രീസറിലേക്ക് വെക്കാം. അതിന് ശേഷം ഇത്താത്ത ഇവിടെ ബിരിയാണിക്കും ഫ്രൈക്കും വേണ്ടി നല്ല ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം എല്ലാം ചെയ്തെടുക്കാമല്ലോ. അപ്പം പിന്നെ ഞാൻ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കറിവേപ്പില, മല്ലിയില, ഉള്ളി, തക്കാളി, ആവശ്യത്തിനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, കുരുമുളക് പൊടി, ബീഫ് മസാല, ഗരം മസാല, മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സ് ആക്കിയത് കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്ത് ഇത് ഞാനിങ്ങനെ പിന്നെ കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മല്ലിയും പുതിനയിലയും ഇട്ടിട്ടൊന്ന് മിക്സ്. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ റെഡി. അതിനുശേഷം നമ്മളെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളി നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തിട്ടും കുറച്ച് വാട്ടിയിട്ടുമാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പം മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം സമയമില്ല കാണിക്കാൻ, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ നെയ്ച്ചോറ്, ഞാനല്ല ഉമ്മ ഇവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല നെയ്ച്ചോറ് ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുത്ത് എന്നിട്ട് ദമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ മടക്കേറിലേക്ക് പോകാനുണ്ടായത്. കച്ചറകളാണ് നമ്മൾ ഇട്ടുവെക്കുന്ന ഇക്കാക്കാൻ്റെ മക്കളാണ് കേട്ടാ. അവർക്ക് എന്നെ കാണുമ്പോൾ എന്തോ ഒരു വട്ട് കൂടുതലാ. എന്തെല്ലോ പറഞ്ഞ് ചൊറയാക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരിങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈവനിങ്ങിൽ വെറുതെ മാട്ടുപ്പാലത്തിൻ്റെ അടുത്തേക്ക് പോവേന്ന്, വെറുതെ അവിടെ ഇങ്ങനെ പാലത്തിൻ്റെ മേലെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിക്ക് പോകുമ്പോൾ തന്നെ 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാരനെയും കൊണ്ട് റോട്ടുമെന്ന് എങ്ങനെ എല്ലാ പാലം വരെ എത്തിച്ചേന്നറിയില്ല. നമ്മളാണ് കേട്ടോ ഏറ്റവും ബാക്കിലെ ഏട്ടൻ്റെ ഭാര്യമാരും പെങ്ങളും ഒക്കെ മുമ്പിലാണ് കേട്ടോ ഉള്ളത്. നമ്മളാണ് ഏറ്റവും ബാക്കിലുള്ളത്. സാരനെ വേറൊന്നും നടക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. സാര ഇങ്ങനെ നടക്കും, എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും, പാട്ട് പാടും, അതൊക്കെയാണ് കേട്ടോ സാര ചെയ്യുന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇത് നമ്മൾ പാലത്തിൻ്റെ മേലെത്തി. നല്ല സൺസെറ്റിൻ്റെ ടൈമാണ് കേട്ടോ നമ്മളവിടെ എത്തിയിട്ടുണ്ടായത്.
അപ്പോൾ ഇതാ പാലത്തിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ എല്ലാവരും അങ്ങെത്തി, നമ്മളേറ്റവും ബാക്കിൽ നമ്മളതിലത്. അപ്പോൾ ഇതാ സാറിൻ്റെ കളി കണ്ടിട്ട് എല്ലാവരും ചിരിക്കാറുണ്ടായിന്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിന് പാലത്തിൻ്റെ മേലിൽ കേട്ടോ. ഒരു ക്യാമറയിൽ വാങ്ങും. അപ്പോൾ പാലത്തിൻ്റെ അടുത്ത് ചെത്തിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിള്ളേർ പോയിട്ട് ചെത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാവാനും സാറും എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് കഴിച്ചിട്ടാ. 3-4 വാങ്ങിയിട്ടുണ്ടായിന്. അതെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിച്ച്. അപ്പോൾ അതാ നമ്മൾ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്തിട്ടാ തിരിച്ച് പോകുമ്പോൾ. അപ്പം നമ്മൾ നേരെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. അപ്പം അവിടുന്ന് ഞാൻ നേരെ രാത്രിയിൽ എൻ്റെ വീട്ടിലേക്ക് പോയിന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.